പരിചയപ്പെടുത്തിയത് ഉല്ലല ശ്യാമള മേഡം, സിസിലി മേഡവും ദാസാറും കൂടിയാണ്. ഞാനും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. എൻ്റെ മോള് വയ്യാത്തൊരു കുഞ്ഞാണ്, മൂക്ക് ഭിന്നശേഷിയാണ്. മോളുടെ അസുഖം സെറിബ്രൽ പാൾസി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോള് നടക്കത്തില്ല, സംസാരമൊക്കെ കുറവായിരുന്നു. സാറേ കേക്കാവോ? മോള് നടക്കണമെങ്കിൽ മോക്ക് ഓപ്പറേഷൻ ചെയ്താലേ പറ്റത്തുള്ളൂ. മോളുടെ കാലിന്റെ പത്തിക്ക് വളവുണ്ട്. എന്നാലും ഞാൻ ചാമ്പിത്തൈലൊക്കെ തേക്ക് കൊടുക്കുന്നുണ്ട്. മോക്ക് ഫിക്സ് വരുമായിരുന്നു. നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മോക്ക് അങ്ങനെ ഫിക്സ് ഒന്നും വന്നിട്ടില്ല. ഞാൻ മോക്ക് കൊടുത്ത ചാമ്പിത്തൈലും 95 ന്യൂട്രിലൈഫ് തവിലപ്പാശും കൊടുക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് കണ്ണ് മേളിലോട്ടുള്ള ഒരു സൃഷ്ടിയായിരുന്നു. കണ്ണിനകത്ത് ഐ എനർജി ഒഴിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണിനകത്ത് ഐ എനർജി ഒഴിക്കുന്നതിന്റെ ഫലമായിട്ട് കുഞ്ഞിന്റെ കണ്ണിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. സംസാരശേഷി നല്ല പോലെ ഉണ്ട്. ഇപ്പം നല്ല വ്യക്തമായിട്ട് കുഞ്ഞ് സംസാരിക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെ 1, 2, 3 വാക്കുകളിൽ കൂടുതൽ പറയത്തില്ലായിരുന്നു. അമ്മ, ചേട്ട, മാമ എന്നൊക്കെ ഒരു 3-4 വാക്കുകളെ കുഞ്ഞ് പറയത്തുള്ളായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. നല്ല പോലെ കുഞ്ഞ് വൃത്തിയായിട്ട് വർത്താനം പറയുന്നുണ്ട്. പിന്നെന്ന് വെച്ചാല് അമ്മ ഒരു തവണ ഒന്ന് വീണു. അമ്മ കട്ടിലേന്ന് ചരിഞ്ഞൊന്ന് വീണത് കാരണം അമ്മയുടെ ഈ ഇടുപ്പെല്ലിന് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. ആ പൊട്ടല് ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു വെയിറ്റ് ഇട്ട് കിടക്കണം എന്നൊക്കെ പറഞ്ഞു. വീട്ടിലെ സാഹചര്യം കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പിന്നെ കൊണ്ടുപോകാനായിട്ട് വെയിറ്റ് ഇട്ട് കിടത്താനായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ ഞാനിവിടെ കൊണ്ടുവന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ചാമ്പിത്തൈലവും നോവേദന ജെല്ലും കൂടെ ആഡ് ചെയ്ത് അമ്മയുടെ കെട്ട് തിരുമ്മിയത് കൊണ്ട് അമ്മയ്ക്ക് പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ടി വന്നില്ല. ഒരാഴ്ച അടുപ്പിച്ച് ഞാൻ അമ്മയ്ക്ക് തിരുമ്മി കൊടുത്തത് കാരണം ആ ഒരു വേദനയും അമ്മയ്ക്ക് ഇപ്പൊ ഇല്ല. സാറെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറെ കേക്കാവോ? പിന്നെന്ന് വെച്ചാൽ എന്റെ രണ്ടാമത്തെ ആങ്ങളയ്ക്ക് ഇതുപോലെ ഞങ്ങളുടെ മെഷീൻ എടുത്ത് പണിയുന്നതാണ്. ഞങ്ങളിങ്ങനെ മെഷീൻ എടുത്ത് പണിതുകൊണ്ടിരുന്ന സമയത്ത് തലയിൽ കൂടെ ഒരു മെഷീൻ തലയെ വീണിട്ട് ഒരു 2 സ്റ്റിച്ചിനുള്ള മുറിവുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തല കൊണ്ടുപോയി തോർത്ത് മുഴുവനും ബ്ലഡിനകത്ത് മുങ്ങിയാ വന്നത്. അമ്മയോട് പറഞ്ഞ എന്റെ തലയൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. പുള്ളി നേരത്തെ തൊട്ട് ഒരു കാര്യത്തിന് ആശുപത്രി പോകാത്ത ഒരു വ്യക്തി. ആശുപത്രി പോകുന്ന കാര്യമേ പേടിയാ. കുഞ്ഞിലെ തൊട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പുള്ളിക്ക് പേടിയാ. കാരണം ഞാൻ പറഞ്ഞ ആശുപത്രി പോകാന്ന് പറഞ്ഞിട്ട് ആശുപത്രി പോകണ്ടെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ മൂണ്ട് ഹീൽ ഇരിപ്പുണ്ടായിരുന്നു. ആ മൂണ്ട് ഹീല് ഞാൻ ഒരു ദിവസം 2-3 തവണ തേച്ചു കൊടുത്തു. അത്രയും ഭാഗത്ത് തേച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വേദനയാട്ടെ അവിടെ നിന്ന് ചോര ഒലിക്കാട്ടെ ഒന്നും ചെയ്തില്ല. ആ തലയിലെ മുറിവ് എങ്ങോട്ട് പോയത് പിന്നെ തപ്പി നോക്കിയിട്ട് പോലും കാണുന്നില്ലായിരുന്നു. പിന്നെ എനിക്കാണെങ്കിലും പീരിയഡ്സ് സംബന്ധമായിട്ടൊരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ആകെ അങ്ങ് പേടിപ്പിച്ചു. യൂട്രസിനകത്ത് തടിപ്പ് ഉണ്ടായിട്ടായിരിക്കും. യൂട്രസിനകത്ത് തടിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പീരിയഡ്സിന്റെ ഒരു ഇത് ഇങ്ങനെ കാണിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് കയ്യിലിരുന്നത് കാരണം എനിക്ക് അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു. ഞാൻ വുമൺ കമ്പാനിയൻ മേടിച്ചു, കഴിച്ചു. എനിക്ക് പിന്നെ ആ പീരിയഡ്സിന്റെ ആ ഒരു പ്രശ്നമേ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ നോർമലായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ മൂത്ത ആങ്ങളയ്ക്ക് ഇതുപോലെ ഒരു ആക്സിഡന്റ് ആയിട്ട് പുള്ളിയുടെ കാല് 3 ഒരു ഒടിവുണ്ടായിരുന്നു. ആ ഒടിവ് പുള്ളി ആശുപത്രി കിടന്ന് അതെല്ലാം നീങ്ങി എല്ലാം കഴിഞ്ഞ് കാലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമ്പി എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് അങ്ങ് നടുവിന് എപ്പോഴും അങ്ങ് വേദനയായിരുന്നു. ആ വേദനയ്ക്ക് ഞാൻ നോവേദന ജെല്ലും ചാമ്പി തൈലവും കൂടെ ആഡ് ചെയ്ത് തേക്കാൻ പറഞ്ഞു. പുരട്ടി ആ പുള്ളിക്ക് ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്, നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ സാറേ എനിക്ക് ഈ ബിസിനസ്
ഏറ്റെടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരെ കാണുകയും ബിസിനസ് അവസരം പറഞ്ഞു മനസ്സിലാക്കി ലൈഫ് ലൈനായി കുറച്ച് അംഗങ്ങളെ ചേർത്ത് നല്ല ഒരു ടീം ഉണ്ടാക്കി നമ്മുടെ ഈ ബിസിനസ് അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. സർ, നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. അടുത്ത നമുക്ക് വിളിക്കാം ശ്യാമള മാഡം ഫ്രം ഉല്ലല. ശ്യാമള മാഡം ഫ്രം ഉല്ലല. ആ ഒരു തലവേദനയായിരുന്നു.